ലവ് പീസ് ആൻഡ് ജോയ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ജസ്റ്റ് പോയും കൂടി വിഷൻ ബോർഡ് ഉണ്ടാക്കിയായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് വീക്ക്ലി 3 വീഡിയോയെങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് വെറുതെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതല്ല, ഒരെണ്ണം ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കണം, ഒരെണ്ണം ഒരു പേഴ്സണൽ വ്ലോഗ് കൈൻഡ് ഓഫ്, ആൻഡ് ഒരെണ്ണം ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആർട്ട് റിലേറ്റഡ് ഉള്ള വീഡിയോസ്. അപ്പോൾ ഇങ്ങനത്തെ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻഫോർമേറ്റീവ് ആണ് മെയിൻലി, പ്ലസ് ചെറിയ ഒരു ഒപ്പീനിയൻസും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, എന്നോട് ചോദിക്കുന്ന, ഞാൻ UK ആയതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ജെൻഡർ അറിഞ്ഞോ അല്ലെങ്കിൽ ബേബിയുടെ സെക്സ് അറിഞ്ഞോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നാട്ടിലുള്ളവരും ചോദിക്കാറുണ്ട്, പിന്നെ ഇവിടുത്തെ ആൾക്കാർ പ്രത്യേകിച്ച് അറിയാമല്ലോ നമുക്ക്. ഇവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ചോദിക്കും, എപ്പോഴാണ് പാർട്ടി ഉണ്ടോ, ജെൻഡർ റിവീൽ പാർട്ടി ഉണ്ടോ, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പറഞ്ഞ പരിപാടി നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ കൾച്ചറാണല്ലോ. അപ്പോൾ നമ്മളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ട്രെൻഡില്ല, അത് ഇല്ലീഗലാണ് ജെൻഡർ റിവീൽ ചെയ്യുന്നത്. അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാം. പ്രത്യേകിച്ച് ഐ എം ഗോയിങ് ടു ടോക്ക് ടു യു സംതിങ്, ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്, ഫാക്ട്സ് ആണ് ഷെയർ ചെയ്യുന്നത്, നോട്ട് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഡെഫിനറ്റ്ലി ഞാൻ എൻഡ് ഓഫ് ദി വീഡിയോയിലോ ഇൻ ബിറ്റ്വീനോ പറയുമെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫാക്ട്സ് ആണ്. സോ ലെറ്റ് സി വാട്ട് ഈസ് ജെൻഡർ റിവീൽ പാർട്ടി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. ഈ ഒരു ജെൻഡർ റിവീൽ പാർട്ടി എന്ന് പറയുന്ന പ്രാക്ടീസ് ഒറിജിനേറ്റ് ചെയ്തത് 2008 അത് ജന എന്ന് പറയുന്ന ഒരു ബ്ലോഗർ 2008 ആ സമയത്ത് ജന ആൻഡ് ഹർ ഫാമിലി ഒരു പാർട്ടി ഉണ്ടാക്കി, ഒരു കേക്ക്, ജെൻഡർ റിവീലിംഗ് കേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അതാണ് ഈ ഒരു ജെൻഡർ റിവീൽ പാർട്ടിയുടെ സ്റ്റാർട്ടിങ്. 2008 ഇത് നടക്കുമ്പോൾ ഇതിന് പിന്നിലൊരു കാര്യം കൂടിയുണ്ട്. ഒരിക്കലും ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഷോ ഓഫിന് വേണ്ടിയോ അല്ലെങ്കിൽ വെറുതെ ഒരു പാർട്ടി പോലെ ചെയ്തതല്ല. ജന കുറേ മിസ്കാരേജസ് ഒക്കെ സംഭവിച്ച്, അതായത് കുഞ്ഞുങ്ങളെ കുറേ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അമ്മയായിരുന്നു. അപ്പോൾ ഫൈനലി ഈ ഒരു കുഞ്ഞ് ഹെൽത്തി ആയിട്ട് വന്നപ്പോൾ ഈ ഫീറ്റസിൻ്റെ ജെൻഡർ റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. അല്ലാതെ ഒരിക്കലും ഇത് വേറൊരു രീതിയിൽ എന്തെങ്കിലും മോട്ടീവിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ല. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ പോപ്പുലർ ആവുകയും പിന്നീട് അതൊരു ട്രെൻഡായിട്ട് മാറുകയും ചെയ്തു. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കാണുന്ന പല വീഡിയോസിലും പല നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്ന രീതിയിലേക്ക് അത് മാറിപ്പോയി എന്നുള്ളതാണ്. ജന തന്നെ പിന്നീട് ഒരു പ്രാവശ്യം അപ്പോളജൈസ് ചെയ്ത് എക്സ്ട്രീംലി റിഗ്രറ്റ്ഫുൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ഒരു ട്രെൻഡ് നിങ്ങൾ നിർത്തണം. കാരണം ഇതുവഴിയായിട്ട് US തന്നെ ഒരു വൈൽഡ് ഫയർ, ഒരു ലാർജ് ഏരിയ കത്തി നശിച്ചിട്ടുണ്ട്. അതേപോലെ എക്സ്പ്ലോഷൻസ്, കാർ എക്സ്പ്ലോഷൻസ്, പല രീതിയിൽ ഭ്രാന്തമായ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ജെൻഡർ റിവീൽ പാർട്ടീസ് നടക്കുന്നത് ലോകമെമ്പാടും. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ജനക്കും ഫാമിലിക്കും ഭയങ്കര വിഷമമായിട്ടുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഇതാണ് 2008 US ഇത് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും സെക്കൻഡ്ലി ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം, ഗെയ്സലർ 2017 കണ്ടക്ട് ചെയ്ത ഒരു സ്റ്റഡി ഉണ്ട്, റിസർച്ച് പേപ്പർ ഉണ്ട്, അതിൻ്റെ ബേസിസിലാണ്. അതും അതേപോലെ തന്നെ പല സൈക്കോളജിസ്റ്റും റിസർച്ചേഴ്സൊക്കെ ചെയ്ത സ്റ്റഡീസിൻ്റെ ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഒരു പ്രൈവറ്റ് ആയിട്ട് നിർണ്ണയിച്ചൊരു സാധനമാണ് ഈ ജെൻഡർ റിവീലിംഗ് എന്ന് പറയുന്നത്. അതിനെ ഒരു പബ്ലിക്കായിട്ട് മാറ്റുന്നു. അതും പോട്ടെ, നേരത്തെ പാരൻസ്, അതായത് ഫാദർ ആൻഡ് മദർ മാത്രം അറിഞ്ഞിരുന്ന കാര്യം അവർ പോലും അറിയാതെ വേറെ ആൾക്കാരാണ് അത് റിവീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അവർ പോലും അറിയുന്നത് ആ പാർട്ടിയുടെ ഒന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നും ചെറിയൊരു റൂമിൽ നിൽക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്ന് ആദ്യം അറിയേണ്ട ഒരു കാര്യം നേരത്തെ തന്നെ വേറെ ആൾക്കാർ വഴിയാണ് ഈ പാരൻസ് പോലും അറിയുന്നത്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ ജെൻഡർ റിവീൽ പാർട്ടീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇൻറ്റിമേറ്റ് പേഴ്സണൽ മൊമെൻ്റ് ആയിരുന്ന ഒരു കാര്യം ഒരു പബ്ലിക് ഇവൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡാണ്. ഇറ്റ്സ് എ ട്രെൻഡ്. ഇപ്പോൾ ജെൻഡർ റിവീൽ എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിട്ട് മാറി. ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം, ജെൻഡർ റിവീൽ പാർട്ടീസിൽ ഏറ്റവും കൂടി ഇൻവോൾവ് ചെയ്യുന്ന വേറൊരു സോഷ്യൽ ഈവിളാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്. സോ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ഇസ് ബേസിക്കലി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ വാർപ്പ് മാതൃക.
എനിക്കത് അത്രയും ഫെമിലിയർ ടേം, ഞാൻ നെറ്റിൽ നോക്കിയതാണ്. വാർപ്പ് മാതൃക, അതായത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് തിങ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതിനാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോൾ മെയിൽ ഇങ്ങനെ ആയിരിക്കണം, ഫീമെയിൽ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സമൂഹം പറയുന്ന ഒരു ഐഡിയനെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അതൊരു സോഷ്യൽ ഈവളാണെന്നുള്ളതും അത് ശരിയല്ല എന്നുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യമുണ്ടാകും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലെല്ലാം ഗ്രേഡ് 7 ഓൺവേർഡ്സ് പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എത്രത്തോളം മോശമാണെന്നുള്ളതും അതെങ്ങനെ നമ്മുടെ സമൂഹത്തിന് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പിള്ളേർ വലുതായി വരുന്നു, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിലെ ട്രെൻഡ് അനുസരിച്ചിട്ട് പിള്ളേർ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞ ജെൻഡർ റിവീൽ പാർട്ടി ഈസ് ബേസിക്കലി ഇറ്റ് ഈസ് എൻകറേജിങ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്. സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നടക്കുന്ന കാര്യമാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്. അത് ശരിയല്ല. ഇത് ജനിക്കുന്നതിന് മുൻപേ ഒരു അൺബോൺ ബേബിനെ തന്നെ നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാനാണ്. ജനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സമൂഹം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പോട്ടെ, ഇതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയതുകൊണ്ട് ലോകമെമ്പാടുള്ള ആൾക്കാർ കാണുന്നു. എല്ലാവരും ഈ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിങ്ങിൽ ഇൻവോൾവ് ആകാൻ നമ്മൾ തന്നെ കാരണമാകുന്നു. നമ്മൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അവർ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവരെ ഇങ്ങനെ ആയിരിക്കണം എന്ന് സമൂഹം എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ്ലി, നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു കാര്യമുള്ളൂ, 2008 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ട്രെൻഡ്. ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞു? 2025. നിങ്ങൾ വെറുതെ ഒന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് എഞ്ചിനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജെൻഡർ റിവീൽ പാർട്ടി എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്താൽ മില്യൺസ് ഓഫ് റിസൾട്ട്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൽ ഏറ്റവും കാര്യം ഐഡിയാസാണ് കിട്ടുന്നത് ഡെഫിനറ്റ്ലി. അറ്റ് ദ സെയിം ടൈം ഷോപ്പിംഗ് ഐഡിയാസ്, അതിൻ്റെ വെബ്സൈറ്റ്സ്, അതിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, എവ്രിതിങ് ഈസ് അവൈലബിൾ. ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് ആൾക്കാർ ചെക്ക് ചെയ്യുന്നത് പിൻട്രസ്റ്റ് ആണ്. പിൻട്രസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഐഡിയാസിന് വേണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഡിഫോൾട്ടായിട്ട് ഓൾറെഡി കുറേ വെബ്സൈറ്റ്സും ഉണ്ടാവും. നമുക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക്സും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഇവൻറ്റ് മാനേജ്മെൻറ്റ്, കേക്ക്, ദിസ് ദാറ്റ്, അതിന് പറ്റിയ ഡ്രസ്സ്, അതിന് പറ്റിയിട്ടുള്ള എല്ലാം അവൈലബിൾ ആണ്. സോ ഇതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ പ്ലാൻ ചെയ്യണം, എവ്രിതിങ് ഈസ് അവൈലബിൾ. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അക്കോർഡിംഗ് ടു എ ഓൺലൈൻ പോൾ, ഓൺലൈൻ ഒപ്പീനിയൻ നോക്കിയപ്പോൾ ജെൻഡർ റിവീൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമറിസ്റ്റ് ഫിനോമിനനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കൺസ്യൂമറിസം എന്ന ലെവലിലേക്ക് ആൾക്കാർ ഇതൊരു ബിസിനസ്സായിട്ട് മാറി. റിവീൽ ഇല്ല എന്ന് പറഞ്ഞാൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ഒരു പരിധി വരെയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ജനിക്കുന്നതിന് മുൻപ്, ജനിച്ച ശേഷം ഉണ്ടാവുന്നത് തന്നെ ഭയങ്കര സോഷ്യൽ ഈവൽ തിങ് ആണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ UK ആയതുകൊണ്ട് ഇത് ഇവിടെ കോമൺ ആണ്. UK, US എല്ലാം പല കൺട്രീസിലും ഇത് കോമൺ ആണ്. പക്ഷേ പല കൺട്രീസിലും ഇത് ഇല്ലീഗലാണ്, ഇൻക്ലൂഡിങ് ഇൻ അവർ കൺട്രി. ഇന്ത്യയിൽ ഇത് ഇല്ലീഗൽ ആവാനുള്ള മെയിൻ റീസൺ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ ഫീമെയിൽ ഫീറ്റിസൈഡൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ, പിന്നെ അതേപോലെ ഈ സെക്സ് റേഷ്യോ, അതിൽ വരുന്ന ഇംബാലൻസ് നമുക്കറിയാം. എന്തോരം നമുക്ക് റീജിയണൽ ഡിസ്പാരിറ്റീസ് കൂടുതലുള്ള ഒരു ഏരിയയാണ് നമ്മുടെ നാട്. വലിയൊരു രാജ്യം ആയതുകൊണ്ട് തന്നെ സോഷ്യൽ ഇൻഇക്വാളിറ്റീസും ഇക്കണോമിക് ഇൻഇക്വാളിറ്റീസൊക്കെ ഉള്ളതാണ്. അതേപോലെ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള കുറേ സമൂഹമുണ്ട്. ഇപ്പോഴും പണ്ടത്തെ ആചാരങ്ങളും കൾച്ചർ, കുറേ അന്ധവിശ്വാസങ്ങളെല്ലാം ഉള്ള ആൾക്കാരാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജെൻഡർ റിവീൽ കൂടി വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത് ഇല്ലീഗലായിട്ട് പറയുന്നതും ഒരിക്കലും ജെൻഡർ റിവീൽ ചെയ്യാത്തതിൻ്റെ റീസൺ. കാരണം ഇപ്പോഴും ഫീമെയിൽ ഫീറ്റിസൈഡ് നടക്കുന്നു. പെൺകുഞ്ഞുങ്ങളെ അംഗീകരിക്കാത്ത സമൂഹം, അല്ലെങ്കിൽ പെൺ ആൺ വ്യത്യാസം വളരെ വലിയ രീതിയിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു. അതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ സംഭവിക്കുന്നു. നമുക്ക് റീസെൻറ്റ് ന്യൂസിൽ നിന്നൊക്കെ അത് ഭയങ്കര വിസിബിളാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലിത് ഇല്ലീഗലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് തിങ് എന്ന് ഞാൻ പറയും. കാരണം അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും അത്ര പ്രശ്നങ്ങൾ വരുന്നില്ല ഇത് കാരണം. വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ ജെൻഡർ റിവീൽ പാർട്ടി ഈസ് ബേസിക്കലി ഒരു സ്റ്റേജ്ഡ് അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്.
എല്ലാമൊന്നുമല്ല, ഇതിപ്പോൾ എൻ്റെ ഒപ്പീനിയൻ അല്ല കേട്ടോ, ഇത് അഗെയിൻ ഇറ്റ്സ് ഫ്രം ദ റിസർച്ചേഴ്സ്. സോ ഇറ്റ്സ് ലൈക്ക് എ സ്റ്റേജ്ഡ് ഓർ എ ഫേക്ക് ആയിട്ടുള്ള ഒരു ഡ്രാമ പോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. നമ്മൾ തന്നെ പല റീൽസും ഷോർട്സും കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, ഇതൊക്കെ എന്തൊരു പ്രഹസനമാണ് സജി എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അത് അറിഞ്ഞു കഴിയുമ്പോൾ കാണിക്കുന്ന എക്സ്പ്രഷൻസ് ആണെങ്കിലും ചിലവർ അത് ട്രെൻഡിങ് ആകാൻ വേണ്ടി നെഗറ്റീവ് എക്സ്പ്രഷൻസ് കൊടുക്കുന്നു, ചിലവർ പോസിറ്റീവ് എക്സ്പ്രഷൻസ് കൊടുക്കുന്നു. ഗേൾ ബേബി ആയെന്ന് അറിഞ്ഞിട്ട് കരയുന്നവർ, അതായത് സന്തോഷത്തോടെ കരയുന്നവരുണ്ട്, വിഷമത്തോടെ കരയുന്ന, അതിൻ്റെ ഇടയിൽ സിബ്ലിങ്സ്, അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ സിബ്ലിങ്സ്, അവരുടെ റിയാക്ഷൻസ്, ഗ്രാൻഡ് പാരൻസ്, ഗ്രാൻഡ് മദേഴ്സ്, ഓരോ പല ആൾക്കാരുടെയും എല്ലാം വെച്ചിട്ട് ഭയങ്കര രീതിയിലുള്ളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു രീതിയിലേക്കൊക്കെ ഈ പാർട്ടീസ് പോകുന്നുണ്ട്. എല്ലാം പോകുന്നു എന്നല്ല അവർ പറയുന്നത്, എല്ലാവരും പറയുന്നത് കൂടുതലും ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ ട്രെൻഡ് പോകുന്നത്. ഇനി ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് US ആണെങ്കിൽ പോലും ഗെയിംസ്, ജെൻഡർ റിവീൽ പാർട്ടിയുടെ ഇടയിൽ വരുന്ന ഗെയിംസ് എല്ലാം പോപ്പുലർ ആയത് UK ഈ ഒരു ജെൻഡർ റിവീൽ പാർട്ടി വഴിയായിട്ട് സംഭവിക്കുന്ന വേറൊരു കാര്യം സോഷ്യോ ഇക്കണോമിക് ഡിസ്പാരിറ്റീസ് ഉണ്ടാവുന്നതാണ്. ഒരു ഇന്നിക്വാളിറ്റി അവിടെ കാണുന്നതാണ്. അതായത് ഒരു ഫാമിലി ഒരു പാർട്ടി കണ്ടക്ട് ചെയ്യുമ്പോൾ അത്രയും ലെവലിലേക്ക് ഇക്കണോമിക്കലി ഇല്ലാത്ത പൈസയുടെ ബുദ്ധിമുട്ടുള്ള ഫാമിലി ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഡിസ്പാരിറ്റി തന്നെയാണ്, ഒരു സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലമായിട്ട് മാറുന്ന രീതിയിലേക്ക് ഇൻഡയറക്ട്ലി ഈ ഒരു കാര്യം കൂടി വരുന്നത്. അല്ലെങ്കിൽ തന്നെ സോഷ്യൽ ഇക്കണോമിക് ഡിസ്പാരിറ്റീസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ജെൻഡർ റിവീൽ പാർട്ടി കാരണം അതും കൂടി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ പോലെ കാണുന്ന ഫാമിലീസും സമൂഹം ഉണ്ടെന്നുള്ളതാണ്. ഇനി ഇത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ എത്രയോ ഡോളേഴ്സാണ് ആൾക്കാരുണ്ടാക്കുന്നത് ഈ ഒരു ജസ്റ്റ് ജെൻഡർ റിവീൽ പാർട്ടി നടത്തിക്കൊണ്ട്. കേക്ക് ബിസിനസ് ആണെങ്കിലും കേക്കൊക്കെ തന്നെ ഡിഫറെൻറ്റ് ഐഡിയാസിലാണ്. സോ ബേസിക്കലി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ ശതമാനം മാത്രമാണ്. അതിനെപ്പറ്റി ഇപ്പോൾ റിസർച്ചേഴ്സ് ആണെങ്കിൽ പോലും അതിനെപ്പറ്റി അധികം പറയുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലും ഇതിനെതിരെ സംസാരിക്കുന്നവരാണ് കൂടുതലുള്ളതും. ഇതിന് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസിനെ പറ്റിയാണ് കൂടുതലും സമൂഹം സംസാരിക്കുന്നത്. പിന്നെ നമുക്കറിയാവുന്നൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന പുതിയൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ജെൻഡർ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അവിടെ നിൽക്കുന്നവർ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ മെയിൽ എന്ന് മാത്രമല്ലല്ലോ, പല ജെൻഡേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, എന്ത് ബെനിഫിറ്റാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് ഇന്നൊരു സമൂഹത്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കും ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ പല സ്റ്റഡീസ് എടുത്ത് നോക്കുമ്പോഴും ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. പ്രശ്നങ്ങളാണ് ഇതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ആരും തന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. എനിവേ ഇതിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫാക്ട്സ് ആണ്. നല്ലതാണോ ചീത്തതാണോ ഒന്നും പറയുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ളൊരു ഒപ്പീനിയനാണ്, ഡിസിഷനാണ്. എനിവേ നമ്മൾക്ക് ഫോർ ആ ഫാമിലി വി ആർ നോട്ട് ഗോയിങ് ടു ഡു ദിസ് ജെൻഡർ റിവീൽ പാർട്ടി. നമുക്ക് ആ ഒരു ട്രെൻഡ് പേഴ്സണലി നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും എനിക്ക് ആസ് എ ലേണർ ഞാൻ പറയും, ഇതൊരു വി ആർ സെലിബ്രേറ്റിംഗ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്. ആസ് എ സോഷ്യൽ സയൻസ് ടീച്ചർ ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റാൻഡ് വിത്ത് ദിസ് ജെൻഡർ റിവീലിംഗ് പാർട്ടി. ഇറ്റ്സ് ബേസിക്കലി വി ആർ സെലിബ്രേറ്റിംഗ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്. അതിനെ ഒട്ടും അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഗേൾസ് ആൻഡ് ബോയ്സ് ദേ ആർ യുണീക്ക്, ദേ ആർ ഡിഫറെൻറ്റ്. അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് യുണീക്ക് കേപ്പബിലിറ്റീസ്. ഒരിക്കലും ഇന്ന ആൾക്കാരെ ഇന്ന രീതിയിലേക്ക് അച്ചടിച്ച് അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. ബിക്കോസ് എല്ലാ ബോയ്സ് ഇങ്ങനെ ആയിരിക്കണം, എല്ലാ ഗേൾസ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇന്ന ഗേൾസ് സ്പോർട്സ് ചെയ്യാൻ പാടില്ല, ബോയ്സ് ഡാൻസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ബോയ്സിന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഗേൾസിന് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. ബിക്കോസ് എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്, എവ്രി വൺ ഈസ് യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ. ഒരു സ്റ്റഡിയും കൂടി ഞാൻ പറയാം. അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ് ബാർബറ, ഓക്കെ, ഷീസ് കണ്ടക്റ്റഡ് സ്റ്റഡി ഓൺ 120 പ്രഗ്നൻറ്റ് വുമൺ. 120 പ്രഗ്നൻറ്റ് വുമൻസിനെ വെച്ചിട്ട് സ്റ്റഡി നടത്തി. അതിൽ ബേബിയുടെ മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് ചോദിച്ചത്. ഇതിൻ്റെ മൂവ്മെൻറ്റ്, അൺബോൺ ബേബി ആയിട്ടുള്ള ഫീറ്റസിൻ്റെ
മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാമല്ലോ, നമുക്കൊരു ഇത്ര വീക്സ് ആകുമ്പോൾ നമ്മുടെ ബേബിയുടെ മൂവ്മെൻറ്റ്സ് അറിയാൻ പറ്റും. എനിക്ക് നല്ല രീതിയിൽ അത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 120 പ്രഗ്നൻറ്റ് വിമണിൽ കണ്ടക്ട് ചെയ്ത ഈ സ്റ്റഡിയിൽ അതായത് ചിലവർക്ക് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഓൾറെഡി അറിയാമായിരുന്നു അവരുടെ ബേബിയുടെ ജെൻഡർ എന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു. ചിലവർക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ അറിയാവുന്നവർ, ഓൾറെഡി ഗേൾ ബേബി ആണെന്ന് അറിയാവുന്ന അമ്മമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബേബി ഇങ്ങനെ ഭയങ്കര ജെൻറ്റിലാണ്, മോഡറേറ്റഡാണ് മൂവ് ചെയ്യുന്നത് ബേബി എന്ന് പറഞ്ഞു. ആൺകുട്ടിയാണ് എന്നറിയുന്ന അമ്മമാർ, അതായത് ഫീറ്റസ് ആൺകുട്ടിയാണെന്ന് അറിയുന്ന അമ്മമാർ എന്താ പറഞ്ഞു വെച്ചാൽ ബേബി ഭയങ്കര ബഹളമാണ്, വിഗറസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഇതറിയാതെ ജെൻഡർ അറിയാത്ത അമ്മമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ്. അതായത് ചിലവർ പറഞ്ഞ് ഇതാണെന്നും ചിലവരല്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇത് അറിയാവുന്നവർ പറഞ്ഞതെല്ലാം സെയിം പാറ്റേൺ. അപ്പോൾ എന്താ സംഭവിക്കണത്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്. ഓൾറെഡി അറിയാവുന്ന ഒരു അമ്മ, ഇത് എൻ്റെ കുഞ്ഞ് ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണെന്ന് അറിയുന്ന ഒരു അമ്മ പറയും ഓൾറെഡി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്, ഗൂഗിളിലും അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്, ഭയങ്കര അനക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് ആൺകുട്ടിയാണ്, അധികം അനക്കമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പെൺകുട്ടിയാണ്, നല്ല ഭംഗി ഉണ്ടെങ്കിൽ പെൺകുട്ടിയാണ്, നല്ല ഭംഗി ഇല്ലെങ്കിൽ ആൺകുട്ടിയാണ്, വിശപ്പുണ്ടെങ്കിൽ, അങ്ങനെ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കണോണ്ട് നമ്മളങ്ങനെ പറയുള്ളൂ. അപ്പോൾ അതാണ് ഈ സ്റ്റഡിയിൽ ബാർബറ എന്ന് പറഞ്ഞ സോഷ്യോളജിസ്റ്റ് പ്രൂവ് ചെയ്തത്. സോ ആസ് ഐ ടോൾഡ് യു, എൻ്റെ ഒപ്പീനിയൻ വെച്ച് പറയണമെങ്കിൽ പോലും വി ആർ ആക്ച്വലി എൻകറേജിങ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് ഈവൻ ബിഫോർ ദ ബർത്ത് ഓഫ് ബേബി. യെസ് ഗൈസ്, സോ hope you like this video. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. യെസ്, ആൻഡ് പ്ലീസ് ടു കമൻറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻസ് in the comment box. Thanks for watching. See you next time. Bye bye.